ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് പോയിരുന്നു എൻ്റെ ഒരു ബന്ധു വീട്ടില്. ആ ബന്ധു വീട്ടിലെ അരി അടുപ്പത്തിടാൻ വേണ്ടി ചെമ്പാവരി കഴുകിയപ്പോൾ അവരുടെ കൈ നിറയെ പശ പോലെ ഒരു സാധനം ഒട്ടിപ്പിടിച്ചു. അവരെന്നെ കാണിച്ചു തന്നു. അവരൊരു സയന്റിസ്റ്റ് ആണ്, ഈ ഒട്ടിപ്പിടിച്ച് അരി കഴുകിയ സ്ത്രീയെ. അപ്പൊ അവരെന്നെ കാണിച്ചു തന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞു, ഇത് ശരിക്ക് പറഞ്ഞാല് പിന്നെ ഒട്ടിച്ച് ചേർത്ത അതാണ്, ശരിക്കും മായമാണ് ഇതിനകത്തുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഫുഡ് സെക്യൂരിറ്റി ഇതുപോലെ ഒരു കേസ് ഇവിടെ വെച്ച് ഞാൻ തന്നെ എടുത്ത ഒരു വീഡിയോയുടെ ഫലമായിട്ട് തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് കടകളിൽ നിന്ന് പശ തേച്ച് മായം ചേർത്ത അരി പിടിച്ചെടുത്തു ഫുഡ് സെക്യൂരിറ്റിക്കാര്. അതുപോലെ വിജിലൻസും പിന്നെ ഫുഡ് സെക്യൂരിറ്റി വിങ്ങും കേരളത്തിൽ ഉടനീളം ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതായത് ഞാൻ അന്ന് വാങ്ങിച്ച അരി ഞാൻ അന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, എപ്പോഴും വാങ്ങിക്കാറുള്ള പാക്കറ്റ് അരി 5 കിലോ 10 കിലോ 20 കിലോ 50 കിലോ ഇങ്ങനെ കിട്ടുന്ന അരി, അതിന്റെ ഒരു 10 കിലോയും ഇല്ല 5 കിലോയും ഇല്ല എന്നറിഞ്ഞുകൊണ്ട് 50 കിലോ പാക്കറ്റിലിരുന്ന ലൂസ് അരി വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ആ ലൂസ് അരി വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് എടുത്ത് കൈ കഴുകിയപ്പോ കയ്യിൽ നിറച്ച് പശയായപ്പോ മനസ്സിലായി ഇത് അവരുടെ നല്ല അരി പാക്കറ്റ് മാറ്റിയിട്ട് അരി തീർന്നപ്പോ പന്ന അരി പിന്നെ ബ്ലാക്ക് മാർക്കറ്റ് അരി ഇട്ടതാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ അന്ന് വീഡിയോ ചെയ്തത്. അതിന് ഫലമുണ്ടായി.